ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ ബാലരാമകഥ എന്ന പാഠ്യപുസ്തകത്തിലെ ദണ്ഡക് വൻ മേ 10 വർഷ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. दंडक वन में 10 वर्ष. भरत अयोध्या लौट चुके थे, नगरवासी भी. सेना धूल उड़ाती हुई वापस जा चुकी थी. അപ്പോൾ ഭരത രാജകുമാരൻ അയോധ്യയിലോട്ട് മടങ്ങിക്കഴിഞ്ഞിരുന്നു. നഗരവാസികളും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ തിരിച്ചുപോയി. ധൂൽ ഉടാത്തി ഹുയി വാപ്പസ് ജാ ചുക്കി തീ സേനാഭി. അപ്പോൾ സൈന്യവും ഈ പൊടിപടലങ്ങളൊക്കെ പറത്തി തിരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അയോധ്യയിലോട്ട് മടങ്ങിപ്പോയി. കോലാഹൽ തം ഗയാത്ത. ആ ഒച്ചയും ബഹളവും ഒക്കെ അവിടെ തന്നെ നിന്നുപോയി. അതായത് എല്ലാവരും മടങ്ങിപ്പോയി, അവിടുത്തെ ആ ബഹളമൊക്കെ നിന്നുപോയി. അതുകൊണ്ട് തന്നെ 2 दिन बाद ചിത്രകൂട്ട് की परिचित शांति लौट आई थी. ആ 2 ദിവസത്തിന് ശേഷം ആ ചിത്രകൂട്ടിലെ ആ പരിചിത് ശാന്തി, സാധാരണ അവിടെ ഉണ്ടായിരുന്ന ആ ശാന്തിയും സമാധാനവും ഒക്കെ തിരിച്ചു വന്നു. പക്ഷിयों की चहचहाहट फिर सुनाई पड़ने लगी थी. हिरण कुलाचे भरते हुए बाहर निकल आए थे. പക്ഷിयों की चहचहाहट फिर सुनाई पड़ने लगी थी. പക്ഷികളുടെ ആ ചിർപ്പിംഗ് സൗണ്ട്, അല്ലെ, പക്ഷികൾ ചെയ്യുന്ന ആ ശബ്ദം അത് തിരിച്ചു വരികയുണ്ടായി. ഹിരൺ കുലാച്ചയും ഭരത്തെ ഹുയെ ബാഹർ നിക്കലായത്തെ. അവർക്ക് ഹിരൺ, അതായത് ഡിയർ, അല്ലെ, അതൊരു മാനൊക്കെ ഇങ്ങനെ കുലാച്ചെ മാർത്തേ ഹുയെ. കുലാച്ചെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് ഓടി വരിക, അതായത് പുറത്തോട്ട് അവർ ഇറങ്ങി. ആ ഒരു ആ പേടിയൊക്കെ മാറി അവർ പഴയ സ്ഥിതിയിലോട്ട് വന്നു. അതായത് ചിത്രകൂട്ടിലെ എല്ലാം പഴയ സ്ഥിതിയിലോട്ടായി മാറി. राम पर्णकुटी के बाहर एक शिलाखंड पर बैठे थे, एकदम अकेले, विचार मग्न, कुछ सोचते हुए. അപ്പോൾ റാം പർണക്കുട്ടിയുടെ പുറത്ത്, പർണക്കുട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്, ഒരു കുടിൽ, അല്ലേ, ഇങ്ങനെ ഇലകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ കുടിൽ, അതിനെയാണ് പർണക്കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ പർണക്കുട്ടിയിൽ നിന്നും ഇങ്ങനെ പുറത്ത് വന്ന് ശ്രീരാമൻ ശിലാഖണ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പാറ, ഒരു ചെറിയൊരു കല്ല്, ആ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ശിലാഖണ്ഡ് പർ ബൈഠേ തേ ഏക്ദം അക്കേലെ, ഒറ്റയ്ക്ക്. അപ്പോൾ വിചാർ മഗ്ന, ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്, ആലോചനയിൽ ഇങ്ങനെ മുഴുകി ഇരിക്കുകയാണ്. വിചാർ മഗ്ന, ഇങ്ങനെ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ്. കുച്ച് സോച്തേ ഹുയ്, എന്തോ ഇങ്ങനെ ആലോചിച്ചിട്ട്. चित्रकूट अयोध्या से केवल 4 दिन की दूरी पर था. लोगों का आना जाना लगा रहता. वे प्रश्न पूछते, राय मांगते. അപ്പോൾ ചിത്രകൂട്ട് അയോധ്യയിൽ നിന്നും വെറും 4 ദിവസത്തിൻ്റെ ദൂരത്തിലേ ഉണ്ടായിരുന്നുള്ളൂ, 4 ദിവസത്തിൻ്റെ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ അയോധ്യയിലേക്ക് ചിത്രകൂട്ടിൽ നിന്നും. അപ്പോൾ ആളുകളുടെ വരലും പോകലും ഒക്കെ അവിടെ നടക്കാറുണ്ട്, എല്ലാവരും അവിടെ വരാറുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. വി പ്രശ്ന പൂച്ഛത്തെ റായ് മാങ്ത്തെ. അവർ ഓരോ ചോദ്യങ്ങളും ചോദിക്കും. ആളുകൾ, അയോധ്യയിൽ നിന്നും വരുന്ന ആളുകൾ ശ്രീരാമനോടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും. റായ് മാങ്ത്തെ, അഭിപ്രായം. റായ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം ചോദിക്കും. യഹ് രാജ്കാജ് മേ ഹസ്തക്ഷേപ് കി തരഹ ഹോത്ത. അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, രാജ്കാജ് മേ, അത് രാജഭരണത്തിൽ എന്തോ ഇടപെടൽ ചെയ്യുന്നത് പോലെ. ഹസ്തക്ഷേപ് എന്ന് പറഞ്ഞാൽ അതിൽ ഇടപെടുക. അപ്പോൾ ആ രാജഭരണത്തിൽ ശ്രീരാമൻ ഇടപെടുന്നത് പോലെ ആയി മാറും അത്. ചിത്രകൂട്ട് സുന്ദർ സുരമ്യ था, शांत था, पर राम वहाँ से दूर चले जाना चाहते थे. उन्होंने मन बना लिया चित्रकूट में न ठहरने का. അപ്പോൾ ചിത്രകൂട്ട് ഭംഗിയുള്ളതും വളരെ ഭംഗിയുള്ളതും, സുന്ദർ സുരമ്യത, അതായത് വളരെ ഭംഗിയുള്ള, സുരമ്യ എന്ന് പറഞ്ഞാലും വെരി ബ്യൂട്ടിഫുൾ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ സുന്ദർ സുരമ്യത, ശാന്തത, നല്ല സമാധാനമുണ്ടായിരുന്നു അവിടെ താമസിക്കാൻ അദ്ദേഹത്തിന്. പർ റാം വഹാസെ ദൂർ ചലേ ജാനാ ചാഹത്തെ തെ. പക്ഷെ അദ്ദേഹത്തിനാണെങ്കിലോ അവിടെ നിന്ന് ദൂരെ എവിടെയെങ്കിലും പോകണം എന്നായിരുന്നു. കാരണം ആദ്യം പറഞ്ഞതുപോലെ അയോധ്യ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളുകൾ അവിടെ അപ്പോഴും ശ്രീരാമൻ്റെ പക്കൽ വന്ന് ഓരോ കാര്യങ്ങൾ, അവരുടെ ഓരോ ചോദ്യങ്ങളും ചോദിക്കും. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ശ്രീരാമനോട് തന്നെയാണ് അവർ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം രാജഭരണത്തിൽ ഹസ്താക്ഷേപം ഇടപെടുന്നത് പോലെ ആകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിത്രകൂട്ട് അവിടെ നിന്നും പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഉൻഹോനെ മൻ ബനാ ലിയാ താ.
മൻ ബനാന എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. അപ്പോൾ മൻ ബനാ ലിയാ ഥാ ചിത്രകൂട്ട് മേ ന ठहरने का, ചിത്രകൂട്ടിൽ താമസിക്കേണ്ട എന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചു. इसका एक कारण और था, वहाँ रहकर तपस्या करने वाले ऋषि मुनियों का निर्णय. राम लक्ष्मण ने उस वन से राक्षसों का सफाया कर दिया था. അപ്പോൾ ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു. एक कारण और था, ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു. വഹാ രഹക്കർ തപസ്യ കർണേ വാലെ ഋഷി മുനിയോं का निर्णय, അതായത് അവിടെ താമസിച്ച് തപസ് ചെയ്യുന്ന ഋഷി മുനികളുടെ ഒരു തീരുമാനം കൂടെയായിരുന്നു അത്. നിർണയ്, തീരുമാനം കൂടെയായിരുന്നു. രാം ലക്ഷ്മണനെ ഉസ് വൻ സെ രാക്ഷസോं का सफाया कर दिया था. ശ്രീരാമനും ലക്ഷ്മണനും കൂടി ചേർന്ന് ആ വനത്തിലെ രാക്ഷസന്മാരെ എല്ലാം ഇല്ലാതാക്കിയിരുന്നു. സഫായ കർ ദിയാ ഥാ, അവരെ എല്ലാം അവിടെ നിന്നും ഇല്ലാതാക്കിയിരുന്നു. അപ്പ് തപസ്യാമേ കോയി ബാധ നഹി തി, ഇനിയിപ്പോൾ തപസ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും യാഗം നടത്തുമ്പോൾ ഒരു എന്താണ് വിഘ്നവുമില്ലായിരുന്നു. ബാധ, വിഘ്നം അല്ലേ, ഒരു തടസ്സവുമില്ലായിരുന്നു. लेकिन मुनिगण वन छोड़ना चाहते थे. कुछ राक्षस मायावी थे, जब तब आ धमकते थे, यज्ञ में बाधा डालते थे. അപ്പോൾ ഈ മുനിഗൺ, അതായത് മുനിമാർക്കും അവിടെ നിന്നും പോകണമെന്നായിരുന്നു. കാരണം കുച്ച് രാക്ഷസ് മായാവിത്തെ, കുറച്ച് രാക്ഷസന്മാർ എന്താണ് മായാവിയാണ്, അതായത് അവർക്ക് മാജിക്കൽ പവർ ഉണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ വേഷം മാറിയിട്ടായിരിക്കും വരുന്നത്. എപ്പോഴാണ് വരിക എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കത്തില്ല. അത് എന്താണ് രാക്ഷസനാണോ എന്ന് പോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സമയമെടുക്കും. ജബ് തബ് ആ ധമക്തേ ഥേ, എപ്പോഴാണെന്നില്ല, ജബ് തബ് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പെട്ടെന്നായിരിക്കും അവർ വരിക. അതും യാഗത്തിൽ, അതായത് യജ്ഞമേ ബാധ ഡാൽത്തേ ഥേ. അപ്പോൾ യാഗം നടക്കുമ്പോൾ ആ യാഗത്തിൽ തടസ്സം വരുത്തുകയാണ് അവർ ചെയ്യുക. ബാധ ഡാൽത്തേ ഥേ. तीनों വനവാസി മുനി അത്രി സേ വിദാ ലേക്കർ ചൽ പടി. അപ്പോൾ 3 വനവാസി, അതായത് ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത 3 പേരും അത്രി മുനിയുടെ ആശീർവാദം മേടിച്ച് വിദാ ലേക്കർ, വിട വാങ്ങുകയാണ്. എന്നിട്ട് അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുകയാണ്. എങ്ങോട്ട്? ദണ്ഡക് വൻ കി ഓർ, ദണ്ഡക് വനത്തിലോട്ടാണ് അവരിനി പോകുന്നത്. ചിത്രകൂട്ട് ഛോഡ് ദിയ, അങ്ങനെ ചിത്രകൂട്ടും വിട്ട് അവർ മുന്നോട്ട് നീങ്ങുകയാണ്. കാരണ്യ ഘനാഥ, ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞാൽ ദണ്ഡക് വൻ, അരണ്യ വൻ. അപ്പോൾ ദണ്ഡക് വൻ എന്താണ്? ഘനാഥ, നല്ല തിങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു വനമാണ്. എന്താണ്? വൃക്ഷലതാദികൾ കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു വനമാണ്. പശുപക്ഷിയോം ഓർ വനസ്പതിയോം സെ പരിപൂർണ, അവിടെ മുഴുവനും ആ വനത്തിൽ വൃക്ഷലതാദികളും മൃഗാദികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു വനത്തിലോട്ടാണ് അവർ യാത്രയാകുന്നത്, അതായത് ദണ്ഡക് വൻ. ഇസ് വൻ മേ അനേക് തപസ്യോം കെ ആശ്രം തെ, അപ്പോൾ അനേക് തപസ്വിയോം കെ, കുറേ തപസ്വികളുടെ ആശ്രമങ്ങളുണ്ട് ആ വനത്തിൻ്റെ ഉള്ളിൽ. ലേക്കിൻ രാക്ഷസ് ബി കം നഹി ഥേ, പക്ഷേ തപസ്വികൾ മാത്രമല്ല രാക്ഷസന്മാരുടെയും കുറവ് ഇല്ലായിരുന്നു. വേ ഋഷിമുനിയോം കോ കഷ്ട് ദേത്തേ ഥേ, അവർ ഋഷിമുനികൾക്ക് വളരെയധികം എന്താണ് കഷ്ടപ്പാടുകൾ നൽകുമായിരുന്നു. അനുഷ്ഠാനവും മേ വിഘ്ന ഡാൽക്കർ, അവരുടെ എന്താണ് അനുഷ്ഠാനങ്ങൾ അതിനെയൊക്കെ എന്താണ് ബാധ, അതായത് വിഘ്നം വരുത്തിയിട്ട് എപ്പോഴും അവർ ഋഷിമുനികളെ ശല്യപ്പെടുത്തുമായിരുന്നു. രാം കോ ദേഖ് കർ മുനിഗൺ ബഹുത് പ്രസന്ന ഹുയി, അത് കാരണം ശ്രീരാമനും ലക്ഷ്മണനും അവിടെ എത്തിയപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി. അവിടെയുള്ള തപസ്വികൾക്ക്, ആ വനത്തിലുള്ള ദണ്ഡക് വനത്തിലുള്ള ആ തപസ്വികൾക്ക് വളരെയധികം സന്തോഷമായി ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ കണ്ടപ്പോൾ. രാം കോ ദേഖ്, ശ്രീരാമനെ കണ്ടപ്പോൾ മുനിഗൺ ബഹുത് प्रसन्न हुए. मुनियों ने राम का स्वागत करते हुए कहा, आप उन दुष्ट मायावी राक्षसों से हमारी रक्षा करें, आश्रमों को अपवित्र होने से बचाए. അപ്പോൾ എല്ലാ മുനിമാരും ശ്രീരാമനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു, താങ്കൾ ആ മായാവി ദുഷ്ടന്മാർ, ആ രാക്ഷസന്മാരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ആശ്രമം കോ അപവിത്ര ഹോനെ സെ ബച്ചായ, ഈ ആശ്രമങ്ങളെ അപവിത്രമാകുന്നതിൽ നിന്നും രക്ഷിച്ചുകൊള്ളുക എന്ന് ഇങ്ങനെ അവർ റിക്വസ്റ്റ് ചെയ്തു. സീത ദൈത്യോം കെ സംഹാർ കെ സംബന്ധ മേ ദൂസരി തരഹ സോച്ച് രഹി थी.
പക്ഷെ സീതയാണെങ്കിലോ വേറൊരു രീതിയിലാണ് എന്താണ് ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിരുന്നത്. അതായത് ദൈത്യോं के संहार के संबंध में, അത് രാക്ഷസന്മാരെ വധിക്കുന്ന കാര്യത്തിൽ സീത വേറൊരു രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. അതായത് വേ ചാത്തി തീ കി റാം അകാരൺ, ഒരു കാരണവുമില്ലാതെ ശ്രീരാമൻ രാക്ഷസന്മാരെ വധിക്കരുത് എന്നായിരുന്നു സീതയുടെ ആഗ്രഹം. ഉനെ ന മാരേ ജിനോനെ ഉൻകാ കോയി അഹിത് നഹി കിയാ ഹെ, ഞങ്ങളെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാത്തതായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാക്ഷസന്മാർ, പിന്നെ എന്തിനാണ് അവരെ വധിക്കുക എന്നാണ് സീതയുടെ അഭിപ്രായമുണ്ടായിരുന്നത്. റാംനെ ഉനെ സംജായ, ശ്രീരാമൻ സീതയെ മനസ്സിലാക്കിച്ചു. സീതെ राक्षसों का विनाश ही उचित है, वे मायावी हैं, मुनियों को कष्ट पहुंचाते हैं, इसीलिए मैंने ऋषियों की रक्षा की प्रतिज्ञा की है. അപ്പോൾ സീതയോട് ശ്രീരാമൻ പറയുകയാണ്, സീതേ രാക്ഷസോങ്ക വിനാശി ഉചിത് ഹെ, രാക്ഷസന്മാരെ വധിക്കുന്നത് തന്നെയാണ് ഉചിതം, അവരെ വധിക്കണം. വേ മായാവി ഹെ, അവർ മായാവിയാണ്. മുനിയോങ്കോ കഷ്ട പਹੁഞ്ചാത്തെ ഹെ, അവർ മുനിമാരെ കഷ്ടപ്പെടുത്തുകയാണ്. ഇസിലിയെ मैंने ഋഷിയോം കി രക്ഷാ കി പ്രതിജ്ഞ കി ഹെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഋഷിമാരോട് അവരെ രക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. राम लक्ष्मण और सीता दंडकारण्य में 10 वर्ष रहे. स्थान और आश्रम बदलते हुए वे क्षरभंग मुनि के आश्रम पहुँचे. आश्रम में बहुत कम तपस्वी बचे थे, सभी निराश थे. उन्होंने राम को हड्डियों का ढेर दिखाकर कहा, राजकुमार, ये ऋषियों के कंकाल हैं, जिन्हें राक्षसों ने मार डाला है, अब यहाँ रहना असंभव है. അപ്പോൾ അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ദണ്ഡകാരണ്യമേ 10 വർഷ രഹേ, അങ്ങനെ 10 വർഷം ആ ദണ്ഡക് വനത്തിൽ അവർ ജീവിച്ചു. അപ്പോൾ സ്ഥാൻ ഓർ ആശ്രം ബദൽത്തേ രഹേ, സ്ഥാൻ ഓർ ആശ്രം, ഓരോ ആശ്രമങ്ങൾ, അതായത് ആ ദണ്ഡകവനത്തിൽ കുറേ തപസ്വിമാരുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തപസ്വിമാരുടെ ഓരോ ആശ്രമത്തിലും അവർ ഇങ്ങനെ മാറി മാറി താമസിച്ചു. അപ്പോൾ അങ്ങനെ 10 വർഷം ആ ദണ്ഡക് വനത്തിൽ അവർ താമസിച്ചു. സ്ഥാൻ ഓർ ആശ്രം ബദൽത്തേ ഹുവേ, ആ സ്ഥലവും പിന്നെ ആശ്രമവും ഇങ്ങനെ മാറി മാറി അവർ താമസിച്ചു. വേ ക്ഷർഭംഗ് മുനിക്ക് ആശ്രം പहुंचे, കുറച്ച് സമയത്തിന് ശേഷം അവർ ക്ഷർഭംഗ് മുനി, ക്ഷർഭംഗ് എന്ന മുനിയുടെ ആശ്രമത്തിൽ അവിടെ എത്തിച്ചേർന്നു. ആ ആശ്രമത്തിൽ ആണെങ്കിലോ ബഹുത് കം തപസ്വി ബച്ചത്തെ, വളരെ കുറച്ച് തപസ്വികളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സഭി നിരാശ് थे, എല്ലാവരും വിഷമിതരായിരുന്നു. ഉൻഹോനെ രാം കോ ഹഡ്ഡിയോं का ढेर दिखाकर कहा, ഹഡ്ഡിയോं का അതായത് എല്ലുകളുടെ ആ കൂട്ടം, ഇങ്ങനെ ഢേർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടത്തോടെ ഇട്ടിരിക്കുകയാണ് എല്ലുകൾ. और कहा दिखाकर कहा, राजकुमार, ये ऋषियों के कंकाल हैं, जिन्हें राक्षसों ने मार डाला है, अब यहाँ रहना असंभव है. രാജ്കുമാർ, ഇത് ഋഷിമാരുടെ എന്താണ് എല്ലുകളാണ്. കങ്കാൽ എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ് എല്ലുകൾ. ജിനെ രാക്ഷസോം നെ മാർ ഡാലാ ഹെ, രാക്ഷസന്മാർ അവരെ വധിച്ചു. അബ് യഹാ രഹന അസംഭവ ഹെ, ഇനി ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കുക എന്നത് അസംഭവ്യമാണ്. सुतीक्ष्ण मुनि ने भी राम को राक्षसों के अत्याचार की कहानी सुनाई. അപ്പോൾ സുതീക്ഷൻ മുനിയും ശ്രീരാമനെ രാക്ഷസന്മാരുടെ എന്താണ് അത്യാചാരങ്ങൾ, അവർ ചെയ്യുന്ന ഉപദ്രവങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള കഥകൾ കേൾപ്പിച്ചു. മുനിനെ ഹി രാം കോ അഗസ്ത്യ ഋഷി സെ ഭേണ്ട് കർണേ കി സലാഹ് ദി. അപ്പോൾ സുതീക്ഷ്ണ മുനി തന്നെയാണ് എന്താണ് ശ്രീരാമനോട് അഗസ്ത്യ ഋഷിയെ കണ്ടുമുട്ടണം എന്നൊരു അഭിപ്രായം പറഞ്ഞത്. സലാഹദി, അദ്ദേഹത്തിനോട് ഒന്ന് സജസ്റ്റ് ചെയ്തു, സലാഹദേന സജസ്റ്റ് ചെയ്തു. വിന്ധ്യാചൽ പാർ കർണേ വാലെ വഹ് പെഹ്ലെ ഋഷി थे. അപ്പോൾ വിന്ധ്യാചൽ അതായത് വിന്ധ്യ പർവ്വതങ്ങൾ അല്ലെ, പർവ്വതനിരകൾ. വിന്ധ്യാചൽ എന്ന് പറഞ്ഞാൽ മല, വിന്ധ്യ പർവ്വതനിരകളെ എന്താണ് താണ്ടി കടന്നുപോയ ആദ്യത്തെ ഋഷിയായിരുന്നു അദ്ദേഹം. വിന്ധ്യാചൽ പാർ കർണേ വാലെ വ പെഹ്ലെ ഋഷി थे, അതായത് അഗസ്ത്യമുനി. മുനിനെ രാം കോ ഗോദാവരി നദി കെ തട്ട് പർ ജാനെ കോ കഹാ. മുനി ശ്രീരാമനോട് ഗോദാവരി നദിയുടെ തീരത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു. ഉസ് സ്ഥാൻ കാ നാം പഞ്ചവട്ടി ഥ. അപ്പോൾ ആ ഗോദാവരി നദിയുടെ തീരത്തുള്ള ആ സ്ഥലത്തിൻ്റെ പേര് പഞ്ചവട്ടി എന്നായിരുന്നു. വനവാസ് കാ ശേഷ സമയ ദോനോം രാജ്കുമാരോം ഓർ സീത നെ വഹി ബിതായ.
അപ്പോൾ വനവാസത്തിൻ്റെ ബാക്കി ദിവസങ്ങൾ, ബാക്കി സമയം, സമയം, ബാക്കിയുള്ള സമയം രാജകുമാരന്മാരും സീതയും അവിടെ തന്നെയാണ് കഴിച്ച് കൂട്ടിയത്. पंचवटी के मार्ग में राम को एक विशालकाय गिद्ध मिला, ജട്ടായു. അപ്പോൾ പഞ്ചവട്ടിയിലോട്ടുള്ള യാത്രയ്ക്കിടയിൽ, അതായത് ആ വഴിയിൽ തന്നെ ശ്രീരാമന് ഒരു വിശാൽക്കായ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ഒരു വൾച്ചർ അവിടെ ഉണ്ടായിരുന്നു. ഗിദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു വൾച്ചർ. ജട്ടായു എന്നായിരുന്നു അതിൻ്റെ പേര്. സീത ഉസ്ക സ്വരൂപ് ദേഖ് കർ ഡർ ഗയി. സീത ആ പക്ഷിയുടെ ആ ശരീരത്തിൻ്റെ ആ പ്രകൃതി കണ്ടപ്പോൾ വിശാൽക്കായ് അല്ലെ, ഉസ്ക സ്വരൂപ് ദേഖ് കർ ഡർ ഗയി, പേടിച്ചുപോയി. ലക്ഷ്മണനെ ഉസേ മായാവി രാക്ഷസ് സംജ. ലക്ഷ്മണനാണെങ്കിലോ അതിനെ ഒരു മായാവി രാക്ഷസനാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. वे धनुष उठा ही रहे थे कि जटायु ने कहा, हे राजन, मुझसे डरो मत, मैं तुम्हारे पिता का मित्र हूँ, वन में तुम्हारी सहायता करूँगा, आप दोनों बाहर जाएंगे तो सीता की रक्षा करूँगा. അപ്പോൾ ജട്ടായു പറഞ്ഞു, എന്നെ കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഹേ രാജൻ, എന്നെ കണ്ട് നിങ്ങൾ പേടിക്കരുത്, എന്നെ പേടിക്കരുത്. മുജ്സെ ഡറോ മത്, എന്നെ പേടിക്കരുത്. മേ തുമ്ഹാരെ പിതാക്ക മിത്ര ഹൂ, ഞാൻ നിങ്ങളുടെ പിതാവിൻ്റെ ഒരു മിത്രമാണ്, അതായത് ഒരു കൂട്ടുകാരനാണ്, മിത്രമാണ്. വൻമേ തുമാരി സഹായത്ത കറുങ്ക, ഈ വനത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ആപ് ദോനോ ബാഹർ ജായെങ്കി തോ സീതാ കി രക്ഷാ കറുങ്ക, ആ സീതാമാതയുടെ രക്ഷ ചെയ്യാം ഞാൻ, നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഞാൻ സീതാമാതയെ സംരക്ഷിക്കാം. राम ने जटाई को धन्यवाद दिया, उन्हें प्रणाम करके ആകെ ബഡ്ഗയെ. അപ്പോൾ ശ്രീരാമൻ ജട്ടായുവിനെ എന്താണ് നന്ദി പറയുകയും അതുപോലെ അദ്ദേഹത്തെ പ്രണമിച്ച്, അപ്പോൾ ശ്രീരാമൻ ജട്ടായുവിനെ പ്രണമിക്കുകയാണ് അല്ലേ. ഉന്നെ പ്രണാം കർക്കെ ആകെ ബഡ്ഗയെ. അങ്ങനെ വീണ്ടും അവർ മുന്നോട്ട് നീങ്ങുകയാണ് പഞ്ചവട്ടിയിലോട്ട് പോകാൻ. പഞ്ചവട്ടിയിലോട്ട് അവർ യാത്രയായി. പഞ്ചവട്ടി മേ ലക്ഷ്മൺ ने बहुत सुंदर कुटिया बनाई. പഞ്ചവട്ടിയിൽ എത്തിയതും ലക്ഷ്മണൻ വളരെ സുന്ദരമായ ഭംഗിയുള്ള ഒരു കുടിലു പണിതു. മിട്ടിക്ക് ദിവാരേ ഖടിക്ക്, അപ്പം മണ്ണ് കൊണ്ടുണ്ടാക്കിയ മതിലുകൾ പണിതുയർത്തി. ബാസ് കെ ഖമ്പേ ലഗായെ, അപ്പോൾ ബാസ് അതായത് മുള, ബാമ്പു കൊണ്ടുണ്ടാക്കിയ പോസ്റ്റ് ഉണ്ടാക്കി, ഖമ്പേ. പിന്നെ കുഷ് ഓർ പത്തോം സെ ചപ്പർ ഡാല, കുഷ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പുല്ലാണ്, പിന്നെ ഇലകൾ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ റൂഫ് छप्पर डाला. कुटिया ने उस मनोरम पंचवटी को और सुंदर बना दिया. ആ പഞ്ചവട്ടിയെ തന്നെ ഒരു എന്താണ് അതിൻ്റെ മനോഹാരിത തന്നെ ഇനിയും കൂട്ടുകയാണ് ചെയ്തത് ആ കുട്ടിയ. ലക്ഷ്മണൻ പണിത ആ കുട്ടിയ അത്രയധികം ഭംഗിയുള്ളതായിരുന്നു. അതായത് കുട്ടിയാനെ ഉസ് മനോരം പഞ്ചവട്ടിക്കോ ഓർ സുന്ദർ ബനാദിയ, അതിൻ്റെ മനോഹാരിത കൂട്ടുകയാണ് ചെയ്തത് പഞ്ചവട്ടിയുടെ ആ കുട്ടിയ. കുട്ടിക്ക് ആസ് പാസ് പുഷ്പലതായേം തീ, ഹിരൺ ഘൂംതേ ഥേ, മോർ നാച്തേ ഥേ. അപ്പോൾ ആ കുട്ടിയുടെ അതായത് ആ കുടിലിൻ്റെ ചുറ്റും പുഷ്പലതാദികൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അത്രയധികം ഭംഗിയുള്ളതായിരുന്നു ആ സ്ഥലം. ഹിരൺ ഘൂംതേ ഥേ, ആ ചുറ്റുവട്ടം മുഴുവനും ഇങ്ങനെ മാനുകൾ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു, ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുമായിരുന്നു. മോർ നാച്തേ ഥേ, മയിലുകളാണെങ്കിലോ ഇങ്ങനെ നൃത്തമാടുമായിരുന്നു. इस बीच राम राक्षसों का निरंतर संहार करते रहे. वे जब भी आश्रमों पर आक्रमण करते, राम लक्ष्मण उन्हें मार देते. इस बीच അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീരാമൻ രാക്ഷസന്മാരെ നിരന്തരമായിട്ട് വധിച്ചുകൊണ്ടിരുന്നു. ജബ്ബി ആശ്രമം पर ആക്രമൺ കർത്തെ, അവരെപ്പോഴൊക്കെ ആശ്രമത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുവോ അപ്പോഴൊക്കെ ശ്രീരാമനും ലക്ഷ്മണനും അവിടെ എത്തിച്ചേർന്ന് അവരെ വധിക്കുമായിരുന്നു. ഉൻഹോനെ സീത കോ പകഡ് ലേനെ വാലെ രാക്ഷസ് വിരാത് കോ മാര, അപ്പോൾ സീതയെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച വിരാത് എന്ന രാക്ഷസനെയും അവർ വധിച്ചു. വൻസെ രാക്ഷസോം കാ അസ്തിത്വ ലഗ്ഭഗ് മിട്ടാ ദിയ, അങ്ങനെ ഏകദേശം അവിടെയുള്ള രാക്ഷസന്മാരുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവർ മുഴുവൻ ഏകദേശം രാക്ഷസന്മാരെയും അവർ വധിക്കുകയുണ്ടായി. തപസ്വി ശാന്തി സെ തപ് കർണേ ലഗി, അങ്ങനെ അവിടെയുള്ള ആ വനത്തിലുള്ള തപസ്വികൾ സമാധാനത്തോടെ ശാന്തിയോടെ അവിടെ തപസ് ചെയ്യാൻ തുടങ്ങി. एक दिन राम, लक्ष्मण और सीता
കുട്ടിക്ക് ബാഹർ ബാഠേ ഹുവേ थे. ഒരു ദിവസം ശ്രീരാമനും ലക്ഷ്മണനും സീതയും ആ കുടിലിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ലതാ കുഞ്ചോ കോ നിഹാർത്തെ. ലതാകുഞ്ച് എന്ന് പറഞ്ഞാൽ ചെടികളുടെ കൂട്ടം. അപ്പോൾ അതിൻ്റെ ആ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നിഹാർത്തെ അതായത് അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. ഉൻകെ സൗന്ദര്യപ്പർ മുഗ്ധ ഹോത്തെ. അതിൻ്റെ ആ സൗന്ദര്യത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. തബി ലങ്കാക്കെ രാജ രാവൺ കി ബഹൻ ശൂർപ്പണഖ വാ ആയി. ആ സമയത്ത് ലങ്കയുടെ രാജ അതായത് ലങ്കാധിപതി രാവണൻ്റെ അനുജത്തി ശൂർപ്പണഖ അവിടെ എത്തിച്ചേരുന്നു. राम को देखकर वह उन पर मोहित हो गई. ശ്രീരാമനെ കണ്ടതും ശ്രീരാമനിൽ ഇങ്ങനെ എന്താണ് മോഹിതയായി. ഉസ്നെ സ്വയം കോ പാനി മേ ദേഖ. സ്വയം ഇങ്ങനെ വെള്ളത്തിൽ നോക്കിയപ്പോൾ വികൃത് ചെഹ്റ. ആ സമയത്ത് ഈ കണ്ണാടിക്ക് പകരം അല്ലേ, അപ്പോൾ മുഖം നോക്കിയപ്പോൾ എന്താണ് വികൃതമായിട്ടുള്ളൊരു രൂപം, ഭംഗിയില്ലാത്തൊരു രൂപം, മുഖം. അപ്പോൾ മുഹപ്പർ ഝുറിയാം അതായത് മുഖം എങ്ങനെയായിരുന്നു, ചുളിവുകൾ നിറഞ്ഞിരിക്കുന്ന മുഖമായിരുന്നു. വ ബൂഡി ഥി അതായത് പ്രായം തോന്നിക്കുന്നുണ്ടായിരുന്നു. പർ രാം കെ മോഹമേ ആസക്ത. പക്ഷെ ശ്രീരാമനിൽ ഇങ്ങനെ മോഹിതയായിരുന്നു, അതായത് അട്രാക്റ്റഡ് ആയിരുന്നു. ഉന്നെ പാനാ ചാത്തി തി. അദ്ദേഹത്തെ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഉസ്നെ മായാസെ സുന്ദർ സ്ത്രീ കാ റൂപ് ബനാലിയ. അങ്ങനെ മായാവി അല്ലെ, ഒരു മായ അതായത് മാജിക് അത് ഉപയോഗിച്ചിട്ട് സുന്ദർ സ്ത്രീ കാ റൂപ് ബനാലിയ, ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപത്തിലോട്ട് ഇങ്ങനെ മാറി വന്നു. शूर्पणखा राम के पास गई, उनसे बोली, हे रूपराज, मैं तुम्हें नहीं जानती पर तुमसे विवाह करना चाहती हूँ. ഹേ രൂപ്രാജ്, ഞാൻ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നറിയിച്ചു. തും മേരി ഇച്ഛാ പൂരി കരോ, മുझे अपनी പത്നി സ്വീകാർ കരോ. അപ്പോൾ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കൂ, എന്നെ പത്നിയായി എന്നെ ഭാര്യയായി സ്വീകരിക്കൂ എന്ന് ശൂർപ്പണഖ ശ്രീരാമനോട് പറയുകയാണ്. राम ने मुस्कुराकर लक्ष्मण की ओर देखा, अपना परिचय दिया, सीता की ओर संकेत करते हुए कहा, ये मेरी पत्नी है, मेरा विवाह हो चुका है. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ലക്ഷ്മണന് നേരെ നോക്കി, എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു ശൂർപ്പണഖയെ. സീതാക്കി ഓർ സങ്കേത് കർത്തേ ഹുവേ കഹ. സീതയെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യേ മേരി പത്നി ഹൈ, ഇതെൻ്റെ ധർമ്മപത്നിയാണ്. മേരാ വിവാഹ ഹോ ചുക്കാ ഹെ, എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ എന്താണ് വിവാഹിതനാണ്, എൻ്റെ പത്നി എൻ്റെ ഭാര്യയാണ് ഇത്. റാം ശൂർപ്പണഖ കോ പെഹചാൻ ഗയേ थे. ശ്രീരാമന് ശൂർപ്പണഖ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഫിർ ഭി ഉനോനെ ഉസ്കാ പരിചയ പൂച്ച. എന്നിട്ടും ഇങ്ങനെ ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചു, പരിചയപ്പെടാൻ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിച്ചു. ശൂർപ്പണഖാനെ ജൂട്ട് നഹി ബോല. ആ സമയത്ത് ശൂർപ്പണഖ എന്താണ് കള്ളമൊന്നും പറഞ്ഞില്ല. ജൂട്ട് നഹി ബോല. सच सच बताया कि वह रावण और कुंभकर्ण की बहन है और अविवाहित है. ആ സമയത്ത് സത്യം മാത്രമേ ശൂർപ്പണഖ പറഞ്ഞുള്ളൂ. രാവണൻ്റെയും പിന്നെന്താണ് കുംഭകർണൻ്റെയും അനുജത്തിയാണെന്നും അവിവാഹിതയാണെന്നും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും ശൂർപ്പണഖ ശ്രീരാമനെ അറിയിച്ചു. राम के मना करने के बाद वह लक्ष्मण के पास गई. लक्ष्मण ने कहा, मेरे पास आने से तुम्हें कुछ नहीं मिलेगा देवी, मैं तो राम का दास हूँ, मुझसे विवाह करके तुम दासी बन जाओगी. അപ്പോൾ ശ്രീരാമൻ വിസമ്മതിച്ചതോടെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോവുകയാണ് ശൂർപ്പണഖ. എന്നിട്ട് ആ സമയത്ത് ലക്ഷ്മണൻ എന്താണ് മറുപടി പറഞ്ഞത്? എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല ദേവി, ഞാൻ ശ്രീരാമൻ്റെ ദാസനാണ്, എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നീ ദാസിയായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ലക്ഷ്മണനെ ശൂർപ്പണഖാക്കോ പുനഃ വീണ്ടും ലക്ഷ്മണൻ ശൂർപ്പണഖയെ വീണ്ടും ശ്രീരാമൻ്റെ പക്കൽ അയക്കുകയാണ്. റാം കെ പാസ് ഭേജ് ദിയ, ദോനോ ഭായിയോ കെ ലിയെ ഖേൽ ഹോ ഗയ. അപ്പോൾ ആദ്യം ശ്രീരാമൻ്റെ പക്കൽ നിന്നും ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ശൂർപ്പണഖ പോയി. എന്നിട്ട് വീണ്ടും ശൂർപ്പണഖയെ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഓടുകയായിരുന്നു. ശ്രീരാമൻ്റെ അടുത്തും ലക്ഷ്മണൻ്റെ അടുത്തുമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഓടുകയായിരുന്നു ആര്? ശൂർപ്പണഖ. അപ്പോൾ ശൂർപ്പണഖ ഉൻകെ ബീച്ച് ഭാഗ്തി രഹി. അങ്ങനെ ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. ക്രോധ് में आकर उसने सीता पर झपट्टा मारा. सोचा कि राम इसी के कारण विवाह नहीं कर रहे हैं.
അപ്പോൾ ദേഷ്യം വന്നിട്ട് ശൂർപ്പണയ്ക്ക് എന്താ ചെയ്തത്? അറ്റാക്ക് ചെയ്തു. ഝപട്ട മാർന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക, സ്വൂപ്പ് ചെയ്യുക, അതായത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിനായിട്ട് എൻ്റെ ജഡ്സെ പਹੁഞ്ച് ജാന അല്ലെങ്കിൽ ജഡ്സെ ആക്രമൺ കർണ, അതിനാണ് ഝപട്ട മാറ എന്ന് പറയുന്നത്. സോച്ചാ കി റാം ഇസിക്ക് കാരണം വിവാഹ നഹി കർ രഹേ ഹൈ. എന്താണ് മനസ്സിൽ വന്നത്? ശ്രീരാമൻ ഈ സ്ത്രീ, അതായത് ഈ സീതയെ കണ്ടിട്ടാണ് തന്നെ വിവാഹം കഴിക്കാത്തത്, സീത കാരണമാണ് തന്നെ വിവാഹം കഴിക്കാത്തത് എന്ന് മനസ്സിൽ വിചാരിച്ച് ശൂർപ്പണഖ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലക്ഷ്മൺ തത്കാൽ ഉठ खड़े हुए, तलवार खींची और उसके नाक कान काट लिए. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മണൻ എണീറ്റ് വാളും എടുത്തിട്ട് എന്നിട്ട് എന്താ ചെയ്തത്? മൂക്കും ചെവിയും ശൂർപ്പണഖയുടെ ഇങ്ങനെ മുറിച്ചു കളഞ്ഞു. खून से लथपथ शूर्पणखा वहाँ से रोती बिलखती भागी. അങ്ങനെ ചോര കൊണ്ട് കുളിച്ചിരിക്കുകയാണ്, കാരണം മൂക്കും ചെവിയും ഇങ്ങനെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ചോര മുഴുവൻ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി, ഇങ്ങനെ അതിൽ കുളിച്ചിരിക്കുകയാണ് ശൂർപ്പണഖ. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അപ്നെ ഭായി ഖർ ഓർ ദൂഷൻ കെ പാസ്, തൻ്റെ ഭായി, അതായത് ഖറും ദൂഷണും, അവർ സ്റ്റെപ്പ് ബ്രദേഴ്സാണ്, അതായത് വേ ഉസ്കെ സോത്തേലി ഭായി തേ, ഉസി വൻമേ രഹത്തെ തേ, അതേ കാട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അപ്പോൾ രണ്ട് ചേട്ടന്മാരുടെ അടുത്തേക്ക്, സ്റ്റെപ്പ് ബ്രദേഴ്സിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ശൂർപ്പണഖ. ഖർ ഓർ ദൂഷൻ കെ പാസ്. शूर्पणखा की दशा देखकर खरदूषण के क्रोध की सीमा न रही. ശൂർപ്പണഖയുടെ ആ ദശ കണ്ടപ്പോൾ ഖർദൂഷൻ പേരുടെയും ദേശത്തിനൊരതിരില്ലായിരുന്നു. ഉन्होंने तत्काल 14 രാക്ഷസ് ഭേജി. ഉടനെ തന്നെ 14 രാക്ഷസന്മാരെ ശ്രീരാമനെയും ലക്ഷ്മണനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് വിട്ടു. ശൂർപ്പണഖ ഉൻകെ സാത്ത് ഗയി, രാം ജാനത്തെ തേ കി രാക്ഷസ് ബദല ലേനെ അവശ്യ ആയെങ്കെ. അപ്പോൾ ശൂർപ്പണഖ അവരുടെ കൂടെ തന്നെ, അതായത് ആ 14 രാക്ഷസന്മാരുടെ കൂടെ പോയി. എന്നിട്ട് ആ സമയത്ത് ശ്രീരാമൻ അറിയാമായിരുന്നു ഈ രാക്ഷസന്മാർ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട്, അതായത് പകരം വീട്ടാനായിട്ട്, ബദ്ലാലേനെ അവശ്യമെങ്കിൽ പകരം വീട്ടാനായിട്ട് തീർച്ചയായിട്ടും വരും എന്ന് ശ്രീരാമൻ അറിയാമായിരുന്നു. വേ തയ്യാർ തേ, സീതാ കോ ഉन्होंने സുരക്ഷിത് സ്ഥാൻ പർ ഭേജ് ദിയ ലക്ഷ്മൺ കെ സാത്ത്. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ തയ്യാറായി നിന്നു, കാരണം ശ്രീരാമന് അറിയാമായിരുന്നു ഈ രാക്ഷസന്മാർ പകരം വീട്ടാനായിട്ട് വരുമെന്ന്. അപ്പോൾ സീതയെ നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. സ്ഥാൻ പർ ഭേജ് ദിയ ലക്ഷ്മൺ കെ സാത്ത്. അപ്പോൾ ലക്ഷ്മണൻ്റെ കൂടെ സീതയെ ശ്രീരാമൻ അയച്ചു. राक्षस राम के सामने नहीं टिक सके. देखते ही देखते उन्होंने सबको ढेर कर दिया. അപ്പോൾ രാക്ഷസന്മാർക്ക് ശ്രീരാമൻ്റെ മുന്നിൽ കൂടുതൽ നിലനിൽക്കാൻ സാധിച്ചില്ല. ഒന്ന് കാണുമ്പോഴേക്കും അവരെയൊക്കെ ശ്രീരാമൻ വധിച്ച് കഴിഞ്ഞിരുന്നു. ശൂർപ്പണഖാനെ എക് പേഡ് കെ പീച്ചെ സെ യ ദൃശ്യ ദേഖ. ഇതൊക്കെ ശൂർപ്പണഖ ഒരു മരത്തിൻ്റെ പിറകിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു നോക്കുന്നുണ്ടായിരുന്നു. റാം കെ പരാക്രം സെ വ ചകിത് തി. ആ ശ്രീരാമൻ്റെ ആക്രമിക്കുന്ന ആ രീതി കണ്ടിട്ട്, ആ പരാക്രമം കണ്ടിട്ട് ചകിത് തി, അതിശയത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്? ശൂർപ്പണഖ. ഉസ്കാ മോഹ് ഓർ ബഡ് ഗയ. ഇനിയും കൂടുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ, ആ ശ്രീരാമൻ്റെ ആ പരാക്രമം കണ്ടപ്പോൾ ഇനിയും മോഹിതയാവുകയാണ് ചെയ്തത് ശ്രീരാമനെ കാണുമ്പോൾ. അപ്പോൾ ഇനിയും അട്രാക്റ്റഡായി. സാത്തി ക്രോധ് ഭി ബഡ. അതേ സമയത്ത് ദേഷ്യവും ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നു. വ ഫുഫ്കാർത്തി ഹുയി ഖർദൂഷൻ കെ പാസ് ലോട്ടി. ഫുഫ്കാർത്തി ഹുയി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കി ഖർദൂഷൻ്റെ അടുത്തേക്ക് എത്തി. इस बार खरदूषण राक्षसों की पूरी सेना के साथ चले. खर ने देखा कि आसमान काला पड़ गया. അപ്പോൾ ഇപ്രാവശ്യം ഖർദൂഷൻ ബാക്കി രാക്ഷസന്മാരെയും കൊണ്ടാണ് അവിടെ എത്തിച്ചേരുന്നത്. ആ രാക്ഷസന്മാരുടെ സൈന്യവുമായിട്ട് അവിടെ എത്തിച്ചേർന്നു. ഖർനെ ദേഖാ കി ആസ്മാൻ കാലാ പട് ഗയ. ആ സമയത്ത് ഖർ കണ്ടത് ആകാശം ഇരുണ്ടു തുടങ്ങിയിരുന്നു. ഘോഡെ സ്വയം ധർത്തി പർ ഗിർകർ മർ ഗയെ. കുതിരകളൊക്കെ ഇങ്ങനെ സ്വയം ആകാശത്തിൽ നിന്നും ഭൂമിയിലോട്ട് വീണ് ചത്തൊടുങ്ങുകയാണ്. ആകാശ് മേ ഗിദ് മണ്ടരാനെ ലഗി. അപ്പോൾ ആകാശത്തിൽ ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ് വൾച്ചേഴ്സ്. അപ്പോൾ ഈ അമംഗൽക്ക് സങ്കേത്ത്, ഇതൊരു അമംഗൽ, അതായത് ചീത്ത എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് തോന്നുന്നത്. പർവ റുക്കാനഹി, പക്ഷെ അവിടെ നിന്നില്ല. ഖർ ആകെ ബഡ്താകയ, മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഘമാസാൻ യുദ്ധ ഹുവ. അന്ത് മേ വിജയ് റാം കി ഹുയി. അങ്ങേയറ്റത്തെ വലിയൊരു യുദ്ധം
തന്നെ അവിടെ നടന്നു. അന്തമേ വിജയ് റാം കി ഹുയി. അന്തിമ വിജയം ശ്രീരാമൻ്റേതായിരുന്നു. खरदूषण सहित उनकी सेना धराशायी हो गई. ധരാശായി താഴെ വീണ് കിടക്കുക, അതായത് മരിച്ചു പോവുക. അപ്പോൾ ഖർദൂഷൺ സഹിത് ഉൻകി സേന ധരാശായി ഹോ ഗൈ. ധരാശായി ഭൂമിയിൽ ചത്തൊടുങ്ങുക എന്ന് പറയത്തില്ലേ, ഭൂമിയിൽ വീഴുക. അതായത് ഖർദൂഷൺ സഹിത്, ഖറും ദൂഷണും പിന്നെ സൈന്യവും ഒരുമിച്ചെല്ലാം എന്താണ് ഇല്ലാതായി. അവരെല്ലാം ശ്രീരാമൻ വധിച്ചു. കുച്ച് പിछलग्गू രാക്ഷസ് ബച്ചേ വേ ജാൻ ബച്ചാക്കർ വഹാസെ ഭാഗ് നിക്ലെ. പിछलग्गू എന്ന് പറഞ്ഞാൽ അവരെന്താണ്, അവർക്ക് അത്ര ധൈര്യം പോരാ, അതുകൊണ്ട് അവരെപ്പോഴും എന്താണ്, അവർ മറ്റുള്ളവരെ എന്താണ് അവരുടെ പിറകിൽ നിൽക്കുന്ന സൈന്യത്തിൽ പിറകിൽ നിൽക്കുന്ന രാക്ഷസന്മാരാണ്. അവർ മറ്റുള്ളവരുടെ പിറകിൽ നിന്ന് ആക്രമിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ധൈര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ പിछलग्गू രാക്ഷസ് ബച്ചേ വേ ജാൻ ബച്ചാക്കർ വഹാസെ ഭാഗ് നിക്ലെ. അങ്ങനെ പേടിയുള്ള രാക്ഷസന്മാരായിരുന്നു. ആ രാക്ഷസന്മാരാണെങ്കിലോ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. भागने वालों में एक राक्षस का नाम अकम्पन था. वह सीधे रावण के पास गया. അപ്പോൾ ഒരു അകമ്പൻ, ഇങ്ങനെ ഓടിപ്പോയ രാക്ഷസന്മാരിൽ ഒരാളുടെ പേര് അകമ്പൻ എന്നായിരുന്നു. അപ്പോൾ അകമ്പൻ നേരെ പോയത് രാവണൻ്റെ അടുത്തേക്കാണ്. ലങ്കാധിപതിക്കോ ഉസ്നെ പൂരാ വിവരൺ ബത്തായ. അപ്പോൾ ലങ്കാധിപതി എന്ന് പറഞ്ഞാൽ രാവണൻ്റെ പക്കൽ എത്തുകയാണ് അകമ്പൻ. അവിടെ എത്തിയ എല്ലാ വിവരങ്ങളും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അകമ്പനെ കഹാ രാം കുശൽ യോദ്ധാ ഹൈ, ഉनके पास विलक्षण शक्तियाँ हैं, उन्हें कोई नहीं मार सकता. इसका एक ही उपाय है, सीता का अपहरण. इससे उनके प्राण स्वयं ही निकल जाएंगे. അപ്പോൾ ശ്രീരാമൻ ഒരു കുശൽ യോദ്ധാവാണെന്നും നല്ല കഴിവുള്ള ഒരു യോദ്ധാവാണെന്നും അദ്ദേഹത്തിൻ്റെ പക്കൽ അപൂർവമായ ശക്തിയുണ്ട്. ഉന്നെ കോയി നഹി മാർ സക്ത. അദ്ദേഹത്തെ ആരെയും വധിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ പ്രാണൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു ഉപായം മാത്രമേ ഉള്ളൂ, സീതയെ അപഹരിക്കുക. അതായത് സീതയെ അവിടെ നിന്നും കിഡ്നാപ്പ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ ഉപായം, അത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ എന്ന് ആര് പറഞ്ഞു? അകമ്പൻ പറഞ്ഞു. രാവൺ സീതാ ഹരൺ കെ ലിയെ തയ്യാർ ഹോ ഗയാ, വ മഹൽ സേ ചല. അപ്പോൾ രാവണൻ ഉടനെ തന്നെ സീതാ ഹരൺ കെ ലിയെ, സീതയെ പിടിച്ചുകൊണ്ടുവരാൻ തയ്യാറായി ഇറങ്ങി. വ മഹൽ സെ ചല, ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി. രാസ്തേ മേ ഉസ്കി ഭേന്റ് മാരീച്ച് സേ ഹുയി. വഴിയിൽ ആരെ കണ്ടുമുട്ടി? മാരീച്ചിനെ കണ്ടുമുട്ടി. താടകാക്കെ പുത്രസെ, അവിടെ എന്താണ് താടകാവനത്തിൽ മാരീച്ചിയുടെ 2 പുത്രന്മാരിൽ ഒരാൾ വധിക്കപ്പെട്ടു, മറ്റേ ഒരാൾ മാരീച്ച് അല്ലേ, അവിടെ നിന്നും സമുദ്രത്തിൻ്റെ തീരത്ത് പോയി കിടന്നിരുന്നു. അപ്പോൾ മാരീച്ചിനെ കണ്ടുമുട്ടി. അപ്പോൾ താടകാക്കെ പുത്രസെ, ताड़का का वध राम ने पहले ही कर दिया था. मारीच क्रोधित था पर राम की शक्ति से परिचित था. അപ്പോൾ താടകയെ വധിച്ചിരുന്നു. ശ്രീരാമൻ്റെ ശക്തിയെപ്പറ്റി മാരീച്ച് ആ സമയത്ത് വളരെയധികം ക്രോധിതനായിരുന്നു. पर राम की शक्ति से परिचित था. ശ്രീരാമൻ്റെ ആ ശക്തിയെപ്പറ്റി എല്ലാം മാരീച്ചിന് അറിയാമായിരുന്നു. उसने रावण को सीता हरण के लिए मना किया. അപ്പോൾ മാരീച്ച് രാവണനെ ഉപദേശിച്ചു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, സീതയെ അപഹരിക്കരുത്. समझाया, कहा ऐसा करना विनाश को आमंत्रण देना है. रावण ने मारीच की बात मान ली, चुपचाप लंका लौट गया. അപ്പോൾ മാരീച്ച് പറഞ്ഞു, ऐसा करना विनाश को आमंत्रण देना है, നാശം വിളിച്ചു വരുത്തുന്നത് പോലെയുള്ള കാര്യമാണിത്, അതുകൊണ്ട് അവിടെ പോകരുത് എന്ന് മാരീച്ച് ഉപദേശിച്ചു. രാവണനെ മാരീച്ച് की बात मान ली. അങ്ങനെ രാവണൻ മാരീച്ച് പറഞ്ഞത് അനുസരിക്കുകയും ചുപ്ചാപ്പ് ലങ്ക ലോട്ട് ഗയ, അപ്പോൾ അത് മിണ്ടാതെ ലങ്കയിലോട്ട് തിരിച്ച് മടങ്ങുകയും ചെയ്തു. थोड़ी ही देर में शूर्पणखा लंका पहुंची. विलाप करती हुई चीखती चिल्लाती. रावण को पूरी घटना की जानकारी थी, लेकिन उसने शूर्पणखा को सुना. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ശൂർപ്പണഖ ലങ്കയിൽ എത്തിച്ചേരുകയും അവിടെ കരഞ്ഞ് ഒച്ചത്തിൽ ബഹളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. രാവൺ കോ പൂരി ഘട്ന കി ജാൻകാരി थी, लेकिन उसने शूर्पणखा को सुना. പക്ഷേ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അകമ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും എല്ലാ കാര്യത്തിൻ്റെയും അറിവുണ്ട്, അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും രാവണന് അറിയാമായിരുന്നു. എങ്കിലും ശൂർപ്പണഖ പറഞ്ഞ ഓരോ കാര്യവും ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. വ രാവൺ കോ ധിക്കാർ രഹി थी, फटकार रही थी.
उसके पौरुष को ललकारते हुए शूर्पणखा ने कहा, तेरे महाबली होने का क्या लाभ, तेरे रहते मेरी यह दुर्गति, तेरा बल किस दिन के लिए है, तू किसी को मुंह दिखाने लायक नहीं रह गया है. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വഴക്ക് പറയുകയാണ്. രാവൺ को ധിക്കാർ रही थी, ഇങ്ങനെ അപമാനിക്കുന്ന നിന്ദിക്കുകയായിരുന്നു. ഫട്കാർ रही थी, ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയുകയായിരുന്നു. ഉസ്കെ പൗരുഷ് കോ ലൽക്കാർത്തി थी, പൗരുഷത്തെ വെല്ലുവിളിക്കുകയായിരുന്നു. ശൂർപ്പണഖാനെ അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് ശൂർപ്പണഖ പറഞ്ഞ വാക്കുകളാണ് തെരി മഹാബലി ഹോനെ കാ ക്യാ ലാഭ്, മഹാബലി ആയിട്ട് എന്താ കാര്യം, തെരി രഹത്തെ മേരി യഹ് ദുർഗതി, നീ ഉണ്ടായിട്ടും എനിക്ക് ഇങ്ങനത്തെ ഒരു ദുർഗതിയാണല്ലോ നടന്നിരിക്കുന്നത്. തെരാ ബൽ കിസ് ദിൻ കെ ലിയേ ഹെ, നിൻ്റെ ഈ ബലമൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്. തു കിസിക്കോ മുഹ് ദിഖാനെ ലായക് നഹി രഹ ഗയാ ഹെ, നീ മറ്റുള്ളവർക്ക് മുഖം കാണിക്കാൻ പോലും എന്താണ് ലായക്, അതിനുള്ള കഴിവ് പോലും നിനക്കില്ല എന്ന രീതിയിൽ അങ്ങനെ വഴക്കു പറയുകയായിരുന്നു ചെയ്തത് ശൂർപ്പണഖ. शूर्पणखा ने राम लक्ष्मण के बल की प्रशंसा की. ശൂർപ്പണഖ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ബലത്തെ പ്രശംസിച്ചു. സീതാക്കോ അതീവ സുന്ദരി ബത്തായ, സീതയെ അതീവ സുന്ദരിയായിട്ട് അറിയിച്ചു. कहा कि उसे लंका के राजमहल में होना चाहिए. അങ്ങനെ സീത അതീവ സുന്ദരിയാണെന്നും പിന്നെ സീത ഈ ലങ്കയിലെ രാജകൊട്ടാരത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നതാണ് എന്നും ശൂർപ്പണഖ പറഞ്ഞു. ശൂർപ്പണഖ बोली, मैं सीता को तुम्हारे लिए लाना चाहती थी, मैंने उन्हें बताया कि मैं रावण की बहन हूँ, क्रोध में लक्ष्मण ने मेरे नाक कान काट लिए, मैं सीता को तुम्हारे लिए लाना चाहती, ഞാൻ നിനക്ക് വേണ്ടി സീതയെ കൊണ്ടുവരാനിരുന്നതാണ്. मैंने उन्हें बताया कि मैं रावण की बहन हूँ, ഞാൻ പറഞ്ഞു അവരോട് ഞാൻ രാവണൻ്റെ അനുജത്തിയാണെന്ന്. ആ സമയത്ത് ദേഷ്യം വന്ന് ലക്ഷ്മണൻ എൻ്റെ മൂക്കും ചെവിയും എല്ലാം മുറിച്ചു. രാവൺ ഫിർ മാരീച്ച് കെ പാസ് ഗയ, വീണ്ടും രാവണൻ മാരീച്ചിൻ്റെ പക്കൽ എത്തി. ഖർദൂഷൻ की मृत्यु से वह कुछ घबराया हुआ था. ആ സമയത്ത് മാരീച്ച് ഇങ്ങനെ കേട്ടു ഖർദൂഷൻ വധിക്കപ്പെട്ടു എന്ന്. അപ്പോൾ അവരുടെ ആ മൃത്യുവിൽ വളരെയധികം പേടിച്ചിരിക്കുകയായിരുന്നു. ഘബ്രായ ഹുവാ ഥ മാരീച്ച്. രാവണനെ മാരീച്ച് സെ മദത് മാങ്കി, ആ സമയത്ത് രാവണൻ മാരീച്ചിനോട് ഹെൽപ്പ് ചോദിച്ചു. മാരീച്ച് ചാഹത്താ ഥാ കി രാവൺ സീതാഹരൺ കാ വിചാർ ഛോഡ് ദേ, വീണ്ടും ഇങ്ങനെ പറഞ്ഞു മാരീച്ച് ഈ ആഗ്രഹം വിടാൻ വേണ്ടിയിട്ട്, അതായത് സീതാഹരൺ കാ വിചാർ, ഈ സീതാഹരൺ അതായത് സീതയെ അപഹരിക്കുന്ന ആ കാര്യം മനസ്സിൽ നിന്നും വിടാൻ പറഞ്ഞു. ഇസ് ബാർ രാവൺ ने उसकी नहीं सुनी, उसे डांटा और आज्ञा दी मेरी मदद करो. ഇപ്രാവശ്യം രാവണൻ ഒന്നും കേട്ടില്ല മാരീച്ച് പറഞ്ഞത്. മാരീച്ചിനെ വഴക്കു പറയുകയും ആജ്ഞാപിക്കുകയും ചെയ്തു. സ്വയം എന്താണ് അവരെ പറ്റി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് മേരി മദത് കറോ, എന്നെ സഹായിക്കണം എന്ന് മാരീച്ചിനോട് ആവശ്യപ്പെട്ടു. മാരീच जानता था कि दोबारा राम के सामने पड़ने पर वह मारा जाएगा. അപ്പോൾ മാരീച്ചിനറിയാമായിരുന്നു ഞാൻ വീണ്ടും ശ്രീരാമൻ്റെ മുമ്പിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലപ്പെടും. राम उसे नहीं छोड़ेंगे, ശ്രീരാമൻ വിടത്തില്ല. रावण मारीच के मन की बात भांप गया. उसने क्रोध में भरकर कहा, वहाँ जाने पर हो सकता है राम तुम्हें मार दे, लेकिन न जाने पर मेरे हाथों तुम्हारी मृत्यु निश्चित है. അപ്പോൾ പറഞ്ഞു. ആ സമയത്ത് രാവണന് മാരീച്ചിൻ്റെ മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കിയെടുത്തു. രാവണന് മനസ്സിലായി കാര്യം. ഉസ്നെ ക്രോധമേ ഭർക്കർ കഹ, അങ്ങനെ ദേഷ്യം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് മനസ്സിൽ രാവണൻ്റെ. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അവിടെ ചെന്നാൽ രാമൻ നിന്നെ വധിക്കുമായിരിക്കാം, പക്ഷേ നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ, ലേക്കിൻ ന ജാനെ പർ, നീ അവിടെ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് നീ വധിക്കപ്പെടും. എൻ്റെ കൈ കൊണ്ടായിരിക്കും നീ മരിക്കുക. विवश होकर മാരീച്ച് को रावण का आदेश मानना पड़ा. വിവശനായി സമ്മതിക്കേണ്ടതായിട്ട് വന്നു, രാവണൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടതായിട്ട് വന്നു. रथ पर बैठकर रावण और मारीच पंचवटी पहुँचे. അപ്പോൾ അവിടെ നിന്നും അവർ രഥത്തിൽ കയറി രാവണനും മാരീച്ചും പഞ്ചവട്ടിയിലോട്ട് എത്തിച്ചേർന്നു. कुटी के निकट आकर मायावी मारीच ने सोने के हिरण का रूप धारण कर लिया.
അപ്പോൾ ഒരു മായാവിയാണ് മാരീച്ച്, മായാവി രാക്ഷസ് മാരീച്ച്. അപ്പോൾ മാരീച്ചിന് വേഷം മാറാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഹിരണായിട്ട് ഹിരണിൻ്റെ രൂപത്തിലോട്ട് മാറി. അങ്ങനെ കുട്ടിക്ക് നിക്കട്ട്, ആ കുടിലിൻ്റെ അടുത്ത് തന്നെ ചെന്നിട്ട് മായാവി മാരീച്ച് തൻ്റെ വേഷം മാറി ഹിരണിൻ്റെ രൂപത്തിലായി മാറുകയും കുട്ടിക്ക് ആസ്പാസ് ഘൂംനെ ലഗ. അങ്ങനെ ആ ഹിരണിൻ്റെ രൂപത്തിൽ, ആ മാനിൻ്റെ രൂപത്തിൽ അവിടെ ചുറ്റുവട്ടം ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. രാവൺ ഏക് പേട് കെ പീछे छिपा था. ആ സമയം രാവണൻ ഒരു മരത്തിൻ്റെ പിറകിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഉസ്നെ തപസ്വി കാ വേഷ് ധാരൺ കർ ലിയാ था. രാവണനാണെങ്കിലോ ഒരു തപസ്വിയുടെ വേഷവും ധരിച്ചു കഴിഞ്ഞിരുന്നു. സീത ഉസ് ഹിരൺ പർ മുഗ്ധ ഹോ ഗയി. അപ്പോൾ സീത ആ മാനിനെ കണ്ടതും ആകർഷിതയായി. ഉൻഹുനെ രാം സെ ഉസെ പകഡ്നെ കോ കഹ. ശ്രീരാമനോട് ആ മാനിനെ പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. രാം കോ ഹിരൺ പർ സന്ദേഹ ഥാ വൻ മേ സോനെ കാ ഹിരൺ. ശ്രീരാമന് ആ മാൻ, ആ ഹിരണ് എന്താണ് എന്നൊരു സംശയം തോന്നി. വൻമേ സോനെ കാ ഹിരൺ, ഈ വനത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ മാനോ, സ്വർണ്ണമാനോ സുവർണമാനോ എന്നിങ്ങനെ ആലോചിച്ചു. ലക്ഷ്മൺ ബഡേ ഭായിക്ക് ബാത് സെ സഹമത് थे. ലക്ഷ്മണനും അത് സമ്മതിച്ചു. पर सीता के आग्रह के आगे उनकी एक न चली. പക്ഷേ സീതയ്ക്ക് വളരെയധികം ആഗ്രഹമുള്ളത് കാരണം അവർ പറയുന്നത് ഒന്നും സീത കേട്ടില്ല. സീത की प्रसन्नता के लिए राम हिरण के पीछे चले गए. അപ്പോൾ സീതയെ പ്രസന്നയാക്കാൻ, സീതയെ സന്തോഷിപ്പിക്കാനായിട്ട് രാം ഹിരണിൻ്റെ പിറകിൽ പോയി. ഹിരണിനെ പിടിച്ചു കൊണ്ടുവരാൻ, അത് മാനിനെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. उन्होंने सोचा वन में इतने समय के प्रवास के दौरान सीता ने कभी कुछ नहीं मांगा. ഉൻകി യ ഇച്ഛ അവശ്യ പൂരി കർണി ചാഹിയെ. അപ്പോൾ ശ്രീരാമൻ എന്താലോചിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്? വനത്തിൽ ഇത്രയും കാലം ഞങ്ങൾ താമസിച്ചിട്ട്, പ്രവാസ് കെ ദോറാൻ, അതായത് അയോധ്യ വിട്ട് വരിക അല്ലേ, അതിനുശേഷം അവർ കാട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന ഈ ഇടയിൽ കെ ദോറാൻ സീതാനെ കഭി കുച്ച് നഹി മാങ്ക. സീത എന്നോട് ഒന്നും ചോദിച്ചില്ല. ഉൻകി യ ഇച്ഛ അവശ്യ പൂരി കർണി ചാഹിയെ. അങ്ങനെയുള്ളത് കൊണ്ട് സീതയുടെ ഈ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിക്കപ്പെടണം. അങ്ങനെ വിചാരിച്ചാണ് ശ്രീരാമൻ അവിടെ നിന്നും ഇറങ്ങുന്നത്. കുട്ടി സെ നിക്കൽത്തെ സമയ രാമനെ ലക്ഷ്മൺ കോ ബുലായ. കുട്ടിയിൽ നിന്നും, അതായത് കുടിലിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ശ്രീരാമൻ ലക്ഷ്മണനെ വിളിക്കുകയും സീതാക്ക് രക്ഷാ കർണേക്ക ആദേശ് ദിയ. സീതയെ സംരക്ഷിക്കാനായിട്ട് ആജ്ഞാപിച്ചു. മേരെ ലോട്ട്നെ തക് തും ഉനെ അക്കേല മത് ഛോഡ്ന. ഞാൻ തിരിച്ചു വരുന്നത് വരെ സീതയെ ഒറ്റയ്ക്ക് വിടരുത്. ലക്ഷ്മണനെ സിർ ഝുക്കാക്കർ ഉൻകി ആജ്ഞ സ്വീകാർ കർലി. അങ്ങനെ ലക്ഷ്മണൻ തല കുനിച്ചുകൊണ്ട് ആജ്ഞ സ്വീകരിച്ചു. സീത കുട്ടി മേ थी. ലക്ഷ്മൺ ധനുഷ് ലേക്കർ ബാഹർ ഖഡേ ഹോ ഗയെ. അപ്പോൾ സീത കുടിലിൽ വിശ്രമിച്ചു. ലക്ഷ്മണൻ ധനുഷ് ലേക്കർ ബാഹർ ഖഡേ ഹോ ഗയെ. ലക്ഷ്മണ രാജകുമാരൻ ആ കുടിലിന് പുറത്ത് തന്നെ ആ ധനുഷ് അമ്പും വില്ലുമായിട്ട് പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്